ഇന്നിപ്പോൾ BJPയുടെ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ കണ്ടു, പ്രശാന്ത് മലവേൽ. അപ്പോൾ പ്രശാന്ത് മലവേൽ വരുന്നതിനും ഇന്നലെ BJPയുടെ മറ്റൊരു നേതാവ് കൂടി പറയുന്നത് കേട്ടു, ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ല, പകരം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മാധ്യമങ്ങൾ ഒളിച്ചു വെക്കുകയാണെന്നാണ് പറഞ്ഞത്. വലിയൊരു പ്രചരണം BJP നടത്തുന്നുണ്ട്. എന്താ അഭിപ്രായം? തെറ്റായ പ്രചാരവേല നടത്തുകയാണ് അവർ. ഈ നിലയിലുള്ള തെറ്റായ പ്രചാരവേലയൊന്നും ഇവിടെ വിശ്വസിക്കാൻ പോകുന്നില്ല ആളുകൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും SDRF-ൽ നിന്നുമാണ് ഈ രൂപത്തിൽ പണം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഈ പണമെല്ലാം അങ്ങനെ ചെലവഴിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായി തന്നെ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഓരോ ഇനത്തിൽ എങ്ങനെ ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച്. SDRF-ഉം അതുപോലെ തന്നെ ഈ പറഞ്ഞ CMDRF-ഉം ഇത് രണ്ടിൽ നിന്നുമാണ് ഇതിനുള്ള ആവശ്യമായ പണം. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇതിൽ എന്ത് വേണമെങ്കിലും നിർമ്മിക്കാമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്തൂടെ എന്നാ ചോദിക്കുന്നത്? അതൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇവിടെ ദുരന്തബാധിതരുടെ ഒരു കടം, ആ കടം ഏറ്റെടുക്കാൻ ആകെ ചെറിയ തുക മതി. അതുപോലും ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഇടപെടലുണ്ടായിട്ട് പോലും, കോടതി ഇടപെടലുണ്ടായിട്ട് പോലും തയ്യാറാവാതിരുന്നവരാണവർ. നമ്മൾ കണ്ടതാണല്ലോ. അവസാനം അതും സംസ്ഥാന സർക്കാർ ആ വായ്പ ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്കാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇവരിങ്ങനെയുള്ള പ്രചാരവേല നടത്തിയത് കൊണ്ടൊന്നും ഇതാരാണിത് നിർമ്മിച്ചതെന്നും ആരാണിതിന് പിന്തുണ നൽകിയതെന്നും എല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ദുരന്തബാധിതർക്കും ബോധ്യമുണ്ട്. അത് എങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് സംബന്ധിച്ച്. താമസിക്കാനായിട്ട് ദീപക് ആൾക്കാർ ഇവിടെ ഇടയ്ക്ക് വന്ന് നോക്കി പോകുന്നുണ്ടോ ഈ താക്കോല് കിട്ടി? അതായത് ഈ ഉദ്ഘാടനത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപും ദുരന്തബാധിത ആളുകളൊക്കെ സ്ഥിരമായിട്ട് ടൗൺഷിപ്പിൽ വരാറുണ്ട്. ഇതിന്റെ ഒരു നിർമ്മാണം ഞങ്ങളൊക്കെ തൊട്ടടുത്ത് നിന്ന് കണ്ടു. അത് മാത്രമല്ല റഫീഖ തുടക്കം മുതൽ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികളൊക്കെ വിലയിരുത്തുന്ന ആളാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശങ്കയുണ്ട്. കാരണം ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും വീട്ടിലേക്ക് എന്ന് ഒരുമിച്ച് കയറിക്കൂടാൻ പറ്റും എന്നുള്ളൊരു ആശങ്ക അവർ എപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അല്പസമയത്തിനുള്ള അവർ നമ്മളോടൊപ്പം ചേരും. പക്ഷേ ഏതായാലും റഫീഖ പറഞ്ഞ പോലെ എത്രയും വേഗം വിഷുവിന് മുമ്പൊക്കെ ആയിട്ട് കയറിക്കൂടാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരിപ്പോൾ. റഫീഖ് അന്ന് മമ്മൂട്ടിയുമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഒരു വലിയ വിവാദമായി മാറിയല്ലോ പിന്നീട്. അപ്പോൾ ആ സമയത്ത് മനസ്സ് ശരിക്കും ഒന്ന് സങ്കടപ്പെട്ടു. അല്ല, അതൊക്കെ ഞാൻ അതിൽ കൃത്യമായി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതിലൊന്നും അങ്ങനെ മനസ്സ് വിഷമിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. അതൊന്നും യാദർച്ഛികമായി സംഭവിച്ച കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അതിലൊന്നും വലിയ പ്രാധാന്യമില്ല. അതല്ലല്ലോ വിഷയം. അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ഇതിനായി വന്നതാണ്. ലോകോത്തര നിലവാരമുള്ളൊരു ടൗൺഷിപ്പ് ഇവിടെ നിർമ്മിച്ചത്. ഇല്ല, അതൊന്നും അങ്ങനെ വേറെ ദുരുദ്ദേശപരമായി പറഞ്ഞതല്ല. നമ്മളത് ആ നിലയിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളൂ. അത് വീണ്ടും അതിൽ പറയുന്നത് ശരിയല്ല. ഞാൻ അതിൽ എൻ്റെ ഒരു നിലപാട് വളരെ കൃത്യമായി തന്നെ പിറ്റേ ദിവസം തന്നെ വ്യക്തമാക്കിയാണ്.